ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ഏവൻഗേലിയൻ വേദഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. ഈ ഭാഗം നിക്കോദീമോസിന്റെ രാത്രി സന്ദർശനമാണ്. നിക്കോദീമോസ് ഒരു പരീശനും ഇസ്രായേലിന്റെ ഗുരുവും മതപരമായ അറിവുള്ള വ്യക്തിയാണ്. അവൻ രാത്രിയിൽ യേശുവിനെ സമീപിച്ചിട്ട് ദൈവരാജ്യത്തെക്കുറിച്ചും മനുഷ്യൻ എങ്ങനെ അതിൽ പ്രവേശിക്കാമെന്നതിനെക്കുറിച്ചും ചോദിക്കുകയാണ്. യേശുക്രിസ്തു മറുപടി പറയുകയാണ്, ആത്മാവിലും വെള്ളത്താലും ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാമെന്ന്. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ സുവിശേഷം ദൈവത്തിൻ്റെ ശബ്ദമായി അവതരിപ്പിക്കുന്ന യോഹന്നാൻ ശ്ലീഹ ആത്മീയ സത്യത്തെ വിശദീകരിക്കുന്ന ഒരു വേദഭാഗം കൂടിയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. മനുഷ്യർക്ക് ജീവൻ, ദൈവരാജ്യം, വീണ്ടും ജനനം എന്നീ കാര്യങ്ങളെക്കുറിച്ച് യോഹന്നാൻ ശ്ലീഹ ഇവിടെ വ്യക്തമായിട്ട് നമ്മോട് ഓർമ്മിപ്പിക്കുകയാണ്. സെന്നദ്രി സംഘത്തിലെ അംഗവും പരീശൻ കൂടിയായിരിക്കുന്ന നിക്കോദീമോസ് തൻ്റെ ഉള്ളിലെ സംശയം തീർക്കുവാനായിട്ട് യേശുവിൻ്റെ അടുക്കൽ കടന്നു വരികയാണ്. 4 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഈ പാസേജിൽ, ഈ വേദഭാഗത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 1, സംഭാഷണ ഭാഗം. യേശുവും നിക്കോദീമോസും തമ്മിലുള്ള വ്യക്തിപരമായ സംഭാഷണം. 2, പഠനഭാഗം. പൊതുജനനത്തിന്റെ ആവശ്യകത പഠിപ്പിക്കുകയാണ്. 3, രക്ഷാശാസ്ത്ര ഭാഗം. രക്ഷ, ദൈവരാജ്യത്തിൽ പ്രവേശനം എന്നിവയെക്കുറിച്ച് ഉള്ള പഠനങ്ങൾ. 3, ആത്മീയ പരിശോധന. പുറമേയുള്ളതും അകമേയുള്ളതുമായ ജീവിതങ്ങളെ, മനസ്സിനെയും ജീവിതങ്ങളെയും പരിശോധിക്കുന്ന ഭാഗങ്ങൾ. പ്രധാനമായും 2 ഗ്രീക്ക് പദങ്ങൾ ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. 1, അനോഥേൻ, വീണ്ടും, മുകളിൽ നിന്ന് എന്നർത്ഥമുള്ളത്. 2, ന്യൂമ, ആത്മാവ്, കാറ്റ്, ശ്വാസം. ഈ 2 കാര്യങ്ങളെ ആസ്പദമാക്കിയുള്ള ചിന്തകളാണ് പ്രധാനമായിട്ടും ഈ വേദഭാഗത്തിൽ നിന്ന് വരുന്നത്. ഈ വേദഭാഗം നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത് വീണ്ടും ജനനം പ്രാപിക്കുക എന്ന വലിയ കാര്യത്തെക്കുറിച്ചാണ്. വിശുദ്ധ മാമോദീസയിലൂടെ നമ്മൾ വീണ്ടും ജനനം പ്രാപിച്ചാൽ മാത്രം പോരാ, മനസ്സ്, ശരീരവും ചിന്തകളും വാക്കുകളുമെല്ലാം വിശുദ്ധീകരണത്തിലേക്ക് വരുവാനും പുതുക്കം പ്രാപിക്കുവാനുമായിട്ടാണ് യോഹന്നാൻ ശ്ലീഹയുടെ ഈ സുവിശേഷം നമ്മളോട് ഉദ്ബോധിപ്പിക്കുന്നത്. പ്രധാനമായും 9 ചിന്തകളാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ഈ വേദഭാഗത്തിൽ നിന്ന്. ഒന്നാമതായിട്ട് 3-ാം അധ്യായം 1-ാമത്തെ വാക്യം നാം പരിശോധിക്കുമ്പോൾ അവനൊരു പരീശനായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നിക്കോദീമോസ് എന്ന വാക്കിന്റെ അർത്ഥം ജനങ്ങളുടെ വിജയം എന്നുള്ളതാണ്. നിക്കോദീമോസ് മതപരമായി പണ്ഡിതനായിരുന്നെങ്കിലും ആത്മീയമായി ശൂന്യനായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പലരും ഇങ്ങനെയാണ്. ആത്മീയമായിട്ട് ശൂന്യതയിലൂടെ പുറമെ ഭക്തി അഭിനയിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. യേശുക്രിസ്തു ഇവിടെ നമ്മളോട് ഓർമ്മിപ്പിക്കാണ്ട് വീണ്ടും പുതുക്കം പ്രാപിക്കണം. മനസ്സ്, ചിന്തകൾ, ഹൃദയങ്ങളെല്ലാം പുതുതാക്കപ്പെടണം. പുറമേ പോലെ തന്നെ അകമയും ആത്മീയനാകുവാൻ കർത്താവ് നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഒത്തിരി പണ്ഡിതന്മാരായിരിക്കാം, പക്ഷേ ക്രിസ്തുവില്ല എങ്കിൽ നമ്മുടെ പാണ്ഡിത്യങ്ങളെല്ലാം വെറുതെയാണ്. ഒരു ഗ്രീക്ക് നാടോടി കഥ ഇങ്ങനെയാണ്. ഒരു ലൈബ്രറിയിൽ ഒരു ഓന്ത് ജീവിച്ചിരുന്നു. ആ ഓന്ത് പുസ്തകങ്ങൾക്കിടയിലൂടെയായിരുന്നു ജീവിതം. പുസ്തകങ്ങളെല്ലാം പഠിക്കുകയും പുസ്തകങ്ങളെല്ലാം ഹൃദ്യസ്ഥമാക്കുകയും അറിവൊത്തിരി സമ്പാദിച്ചു. ഒരിക്കലൊരു കിളി വന്നിട്ട് പറന്നു വന്ന് ലൈബ്രറിയിൽ ജനലയ്ക്ക് അകത്തോടെ കയറി വന്നിട്ട് ഓന്തിനെ കണ്ടപ്പോൾ പറഞ്ഞു, നിനക്ക് ആകാശത്തെക്കുറിച്ച് എന്തറിയാം? ഓന്ത് പറഞ്ഞു, ആകാശം എങ്ങനെയാണ്, അനന്തമാണ്, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അത് വിശദീകരിച്ചു. പക്ഷെ കിളി ഒറ്റയ്ക്കൊരു കാര്യമേ പറഞ്ഞോളൂ, ആകാശം അനന്തമായ നീലാകാശമാണ്, ഞാൻ അതിൽ നിന്നാണ് ഇപ്പോൾ താഴോട്ട് പറന്നു വരുന്നത്. നമ്മളെല്ലാവരും എങ്ങനെയാണ്? കണ്ടവർ മാറി നിൽക്കട്ടെ, കേട്ടവർ പറയട്ടെ എന്ന് പറയുമ്പോൾ എന്ന കാലഘട്ടത്തിൽ ക്രിസ്തുവിനെ രുചിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു.
നിനവയിലെ മോർ ഇസ്ഹാക്ക് ഇങ്ങനെ പറയുകയാണ്, ബാഹ്യമായി ദൈവഭയം കാണിക്കുന്നവനും ഉള്ളിൽ ലോകത്തെ സ്നേഹിക്കുന്നവനും ഫലം നൽകാത്ത വരണ്ട വൃക്ഷം പോലെയാണ്. ആയതുകൊണ്ട് മതപരമായ അറിവുകൾക്കപ്പുറത്തായിട്ട് മനസ്സിന്റെ ആത്മീയത വളരെ പ്രധാനപ്പെട്ടതാണ്. അലക്സാന്ദ്രിയയിലെ മോർ അത്താനാസ്യൂസ് ഇങ്ങനെ പറയുകയാണ്, ദൈവത്തെ അറിയുന്നത് കേട്ട അറിവിൽ നിന്ന് മാത്രമല്ല, മറിച്ച് ഹൃദയത്തിൽ സ്വീകരിച്ച് ആത്മാവിൽ രൂപാന്തരപ്പെടുത്തുന്നതാണ് സത്യ അറിവ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ അറിവിനെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. പക്ഷെ കർത്താവ് ഇവിടെ നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ അറിവുകൾക്കപ്പുറത്ത് ഉള്ളിൽ ദൈവികമായ ചിന്തകളും ഉള്ളിൽ ക്രിസ്തുവും ഉള്ളിൽ പരിശുദ്ധാത്മാവും ഉണ്ടായിരിക്കണമെന്നുള്ളതാണ് ഈ വേദഭാഗത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പല വീടുകളിലും ഷോക്കേസിൽ കുറെ പാത്രങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതുപോലെയാണ് പലരും ജീവിതത്തിൽ ഒരിക്കൽ പോലും തീന്മേശയിലേക്ക് കടന്നു വരാത്ത പാത്രങ്ങൾ ഷോക്കേസ് പാത്രങ്ങളായി പലരും രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഉപയോഗമില്ലാത്ത പാത്രങ്ങൾ. പുറമെ കാണാൻ നല്ല രസമാണ്, പക്ഷെ അതുകൊണ്ട് പല വീടുകളിൽ അത് ഉപയോഗിക്കപ്പെടുന്നില്ല. നിക്കോദിമോസിനെ പോലെ ജീവിതത്തിൽ അകമേ ദൈവികതയില്ലാതെ ബാഹ്യമായിരിക്കുന്ന മതപരമായ പാണ്ഡിത്യമുള്ളവരാണ് നമ്മൾ. നിക്കോദിമോസ് യേശുവിൻ്റെ അടുത്തേക്ക് രാത്രിയിൽ രഹസ്യത്തിൽ കടന്നു വന്നു. നമുക്കും രാത്രിയുടെ യാമാന്തരത്തിൽ നാം പഠിച്ച അറിവുകൾക്കപ്പുറത്തായിട്ട് ക്രിസ്തുവിനെ നേടുവാൻ രാത്രിയുടെ യാമാന്തരത്തിൽ അവൻ്റെ അടുത്തേക്ക് അടുത്തു വരാം. അതിനുവേണ്ടിയാണ് നമ്മുടെ രാത്രി പ്രാർത്ഥനയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ ശുദ്ധസ്ഥലത്തേക്ക് നിങ്ങളുടെ കൈകളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുവിൻ. വിശുദ്ധിയിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുമ്പോൾ ആത്മീയ ജീവിതം നയിക്കുവാനായിട്ട് സ്വയം പരിശോധിക്കുക. അകമേ ക്രിസ്തുവുണ്ടോ? വിശുദ്ധിയുണ്ടോ? ദൈവവുമായിട്ടുള്ളൊരു ആന്തരിക ബന്ധമുണ്ടോ? ഒന്നാമത്തെ ചിന്ത നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്, അറിവ് മാത്രം പോരാ, ദൈവികാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണം. നിക്കോദിമോസിനെ പോലെ നാം ഭയപ്പെട്ടാലും ദൈവത്തിന്റെ സത്യം തേടുക. രഹസ്യമായി പോലും ദൈവത്തെ അന്വേഷിക്കാൻ നമ്മൾ മടിക്കരുത്. ആത്മീയ പുതുക്കം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് 51-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുതാക്കണമേ. രണ്ടാമത്തെ ചിന്ത, സത്യം അറിവ് മാത്രമല്ല, അനുഭവിച്ച സത്യമായിരിക്കണം. യേശു അവനോട് പറഞ്ഞു, നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം സമീപിക്കുവാൻ, ദൈവരാജ്യത്തിൽ കടക്കുവാൻ കഴിയില്ല. യേശു ക്രിസ്തുവിടെ പറയുന്ന കാര്യങ്ങളുണ്ട്. യേശു അവനോട് പറയുകയാണ്, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വേർഡ് അലേത്തിയാണ്. അതിന്റെ അർത്ഥം സത്യം എന്ന് മാത്രമല്ല, അനുഭവിച്ചറിഞ്ഞ സത്യം എന്നാണ് അതിന്റെ കറക്റ്റായിട്ടുള്ള അർത്ഥം. നിക്കോദിമോസിന് അറിവ് മാത്രമേ ആശ്രയമായിട്ടുണ്ടായിരുന്നുള്ളൂ, ദൈവാനുഭവത്തിന്റെ അഭാവമുണ്ടായിരുന്നു. അലക്സാന്ദ്രിയയിലെ കൂറിലോസ് പറയുകയാണ്, അറിവ് നമ്മുടെ ആത്മാവിനെ ശുദ്ധമാക്കില്ല, ദൈവ സാക്ഷാത്കാരം മാത്രമാണ് ജീവൻ നൽകുന്നത്. ആയതിനാൽ പ്രിയമുള്ളവരെ, അറിവിൽ ആശ്രയിച്ച് ഹൃദയത്തിൽ ദൈവാനുഭവത്തിന്റെ അഭാവമുള്ള നിക്കോദീമോസിന്റെ അടുത്ത് എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. സത്യം സത്യമായിട്ട് ഞാൻ നിന്നോട് പറയുന്നു. അറിവ് മാത്രമല്ല, അനുഭവങ്ങളും മാത്രമല്ല, ക്രിസ്തു ഉള്ളിൽ വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലരും ഇന്ന് അറിവിൻ്റെ പുറകെ പോവുകയാണ്. എഐയുടെയും ഡിജിറ്റൽ യുഗത്തിൽ താമസിക്കുമ്പോൾ അറിവിലൂടെ എല്ലാം നേടിയെടുക്കാം. ആത്മീയ നഷ്ടപ്പെട്ട അറിവ് തേടലുകളാണ് നമുക്കിന്ന് കാണുവാൻ സാധിക്കുന്നത്. ഒരു ശാസ്ത്രജ്ഞൻ പ്രകൃതിയെ സംബന്ധിച്ച എല്ലാ അറിവും പഠിച്ചു. പക്ഷേ വനം നശീകരിച്ച് കാട് വെട്ടിക്കളഞ്ഞ്
മണ്ണ് പിഴുതെറിഞ്ഞു കളഞ്ഞ് അതിൻ്റെ നടുക്ക് അദ്ദേഹം ഒരു റിസോർട്ട് പണിതു. പക്ഷെ അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ മുഴുവൻ പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചായിരുന്നു. ആത്മീയതയില്ലാത്ത പ്രവൃത്തികളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രസംഗവും പ്രവൃത്തിയും പ്രകാശവർഷങ്ങളുടെ അകലമുള്ള ഈ കാലഘട്ടത്തിൽ അറിവിൻ്റെ നിറകുടങ്ങളാകുന്നതിലുപരിയായിട്ട് ആത്മീയ നിറകുടങ്ങളായി മാറുവാൻ, ഹൃദയം ദൈവത്തോട് ചേർത്ത് വയ്ക്കുവാൻ നമുക്ക് സാധിക്കണം. മുട്ടോളം ചെളിയിൽ കിടന്നിട്ട് മറ്റുള്ളവരെ കാല് കഴുകുവാൻ പലരും ഉപദേശിക്കാറുണ്ട്. നമ്മുടെ ഉള്ളിൽ പാപവും മ്ലേച്ഛതകളും ദൈവികത്വം നിഷേധിക്കുന്ന അവസ്ഥകളും ഉണ്ടായിട്ട് പുറമെ അറിവ് നേടിയുകയും ദൈവത്തെ നിഷേധിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് യഥാർത്ഥ ക്രൈസ്തവ ലക്ഷണമല്ല. യഥാർത്ഥ ക്രിസ്ത്യാനി ദൈവത്തെ മനസ്സിലും ബാഹ്യവും ആന്തരികവുമായിട്ട് ധരിക്കുന്നവനായിരിക്കണം. ഒരു കടൽ തീരത്തൂടെ പോകുമ്പോൾ കപ്പലുകൾക്ക് വഴികാട്ടിയാകുന്ന വഴിവിളക്കായിട്ട്, കപ്പൽ ചാലുകൾക്ക് വഴിവിളക്കായിട്ട് ഒരു വലിയ വിളക്കുമരം നിൽക്കുന്നുണ്ട്. ആ തുറമുഖത്തിന്റെ സൈഡിലൂടെ പോകുന്ന കപ്പലുകൾക്ക് അത് മാർഗദർശിയായിരുന്നു. മനുഷ്യർ വന്ന് നോക്കുമ്പോൾ കാണാൻ നല്ല രസമുള്ള ഒരു വിളക്കാണ്. എന്നിട്ടും ഒരുപാട് കപ്പലുകൾ അവിടെ അപകടത്തിൽപ്പെടുന്നു. അതിൻ്റെ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ ഈ ലൈറ്റ് ഒരിക്കലും തെളിയാറില്ല. ഇതുപോലെയാണ് പല മനുഷ്യ ഹൃദയങ്ങളും. പുറമേ അറിവുകളുണ്ട്, അകമേ ക്രിസ്തുവില്ലാത്ത അവസ്ഥ. യാക്കോബിന്റെ ലേഖനം 1-22 വാക്യം പറയുന്ന പ്രകാരമാണ്, നമ്മൾ ഈ വചനം മാത്രം കേട്ടവരായിരിക്കുന്നവരായിരിക്കരുത്, അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരും കൂടിയായിരിക്കണം. നിക്കോദീമോസ് പക്ഷേ രാത്രിയിൽ യേശുവിനെ കണ്ടു. ഭയവും സംശയവും ആവേശവും എല്ലാം അവന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അവൻ സത്യം തേടിയെത്തി. അവൻ അറിവിന്റെ പരിധി കടന്ന ദൈവിക അനുഭവത്തിലേക്ക് അവൻ നോക്കുകയുണ്ടായി. നമ്മളും ഇങ്ങനെയായിരിക്കണം. ദൈവത്തെ കണ്ടെത്താൻ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വലിയ പരിശ്രമങ്ങൾ ആവശ്യമാണ്. ഒരിക്കലൊരു രാജാവ് ലോകത്തിൻ്റെ മുഴുവൻ മാപ്പുകളും ഉണ്ടാക്കി. അദ്ദേഹം തൻ്റെ കൊട്ടാരത്തിൽ വരുന്ന എല്ലാ മാന്യ വ്യക്തികളെയും ഈ മാപ്പ് കാണിച്ചു കൊടുക്കും. അവിടെ പേർഷ്യ എവിടെയാണ്, എത്യോപ്യ എവിടെയാണ്, റോം എവിടെയാണ്, ഇങ്ങനെ പല സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കും. ലോകത്തിൻ്റെ മുഴുവൻ മാപ്പുണ്ടാക്കി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇവിടെ എല്ലാം ഞാൻ പോവും ഈ മാപ്പ് വെച്ച് എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം പെട്ടെന്നൊരു ദിവസം മരിച്ചുപോയി. ഇങ്ങനെയാണ് നമ്മൾ പലരും മാപ്പുകൾ ഇങ്ങനെ ഉണ്ടാക്കുന്നു ലോകത്തെക്കുറിച്ച്. പക്ഷെ സഞ്ചാരങ്ങളില്ല. അതിനു മുമ്പേ, സഞ്ചാരങ്ങൾക്ക് മുമ്പേ നമ്മൾ അതിൽ നിന്ന് ഉൾവലിയുകയാണ്. നമ്മൾ ദൈവത്തെ കണ്ടെത്തുവാൻ ശ്രമിക്കുന്നവരാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തെ കണ്ടെത്തുവാൻ സാധിക്കും. നമ്മൾ ദൈവത്തെ കണ്ടെത്താൻ ഹൃദയ പരിശ്രമം നടത്തുമ്പോൾ അറിവിനെ മുൻനിർത്തിക്കൊണ്ടായിരിക്കരുത്, എളിമയിലൂടെ ആയിരിക്കണം, വിനയമുള്ള ഹൃദയത്തിലൂടെ ആയിരിക്കണം. മൂന്നാമത്തെ ചിന്ത, പുതുജീവനം, ആത്മീയ പുനർജന്മം ആവശ്യമാണ്. യേശുവിനോട് പറഞ്ഞു, നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ സാധിക്കുകയില്ല. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം അനാജനത്തെ, പുനർജനിക്കുക, പുതിയ ആത്മീയ ജനനമുണ്ടാവുക. ന്യൂ ബർത്ത് ഈസ് നോട്ട് ഫിസിക്കൽ ബട്ട് സ്പിരിച്വൽ ആയിരിക്കും. അമ്മയുടെ ഉദരത്തിൽ നിന്ന് വരുവാനല്ല, മറിച്ച് ആത്മീയമായിട്ട് ജനിക്കണം. നിനവേയിലെ മോർ ഐസക് പറയുകയാണ്, പുതുജനനം എന്ന് പറയുന്നത് ആത്മാവിന്റെ തിരുത്തലാണ്. അത് ലോകത്തെ മറികടക്കുവാനായിട്ട് സാധിക്കും. അതില്ലാതെ നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. ഗോതമ്പ് മണ്ണിൽ വീണ് ചീഞ്ഞതിന് ശേഷമാണ് അതിൽ നിന്ന് വിത്ത് മുളയ്ക്കപ്പെടുന്നത്. തിരുവചനം ഓർപ്പിക്കുകയാണ്,
കൊരിന്ത്യ ലേഖനത്തിൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. നമുക്ക് പുതിയ സൃഷ്ടിയാകുവാൻ, പുതുക്കം പ്രാപിക്കാൻ നമുക്ക് സാധിക്കണം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 26-ാമത്തെ വാക്യം തന്നെയാണ്. ഞാൻ നിങ്ങൾക്ക് പുതിയ ഹൃദയവും പുതിയ ആത്മാവും നൽകും. പഴയ ഹൃദയം നീക്കം ചെയ്യപ്പെടുമെന്നാണ് ഓർമ്മിക്കുന്നത്. പുതുക്കം പ്രാപിക്കുക എന്നതുകൊണ്ട് കർത്താവിടെ ഉദ്ദേശിക്കുന്നത് ഹൃദയത്തിന്റെ മാറ്റമാണ്. പൂർണ്ണ വിശ്വാസത്തോടുകൂടി ദൈവത്തെ സ്വീകരിക്കുക എന്നുള്ളതാണ്. പുതുക്കം പ്രാപിക്കൽ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നായിരിക്കണം, പുറമേ ആയിരിക്കരുത്. ഇടിഞ്ഞു വീഴാറായ ഒരു വീട് വളരെ മനോഹരമായി പെയിന്റ് അടിക്കുന്നത് പോലെയാണ് നമ്മൾ ഓരോരുത്തരുടെയും നമ്മൾ പലരുടെയും പുതുക്കം പ്രാപിക്കൽ. അങ്ങനെ ആയിരിക്കരുത്. അതിൻ്റെ അടിത്തറ ഏറ്റവും മനോഹരമായി ആ വീടിൻ്റെ കേടുപാടുകളെല്ലാം നീക്കി അടിത്തറ ഏറ്റവും മനോഹരമാക്കിയതിന് ശേഷം, തകരാറുകളെല്ലാം മാറ്റിയതിനു ശേഷം ആ വീട് നല്ലതുപോലെ പെയിന്റ് അടിച്ച് ആത്മാവിൽ ജീവിതം സമർപ്പിച്ച് മുന്നോട്ട് പോയാൽ മഴയും കാറ്റും വന്നാൽ പോലും ആ വീട് തകരുകയില്ല. നമ്മുടെ ജീവിതവും ഇങ്ങനെ തന്നെ ആയിരിക്കണം. ഒത്തിരി ഉണങ്ങി വരേണ്ട ഒരു വിത്ത് മണ്ണിൽ വീണ് കിടക്കുകയുണ്ടായി. ആ വിത്ത് അങ്ങനെ തന്നെ കിടന്നു. ഒരിക്കൽ മഴക്കാലമായി, മഴ പെയ്തു, വെള്ളം ഓർന്നിറങ്ങി ചെന്നു. ആ വിത്തിന് ചുറ്റും വെള്ളം കെട്ടി നിന്നു. വിത്തിന്റെ രൂപാന്തരം മാറ്റപ്പെട്ടു. വിത്തിൽ നിന്ന് പുതിയ സസ്യം വളർന്നു വന്നു. സൂര്യപ്രകാശം ലഭിച്ചപ്പോൾ അത് വളർന്ന് വലുതായി വലിയൊരു വടവൃക്ഷം പോലെയായി. ഇതായിരിക്കണം പുതിയ ജനനം. പഴയ സ്വഭാവങ്ങള്, പഴയ പാപപ്രവർത്തികൾ, പഴയ അനീതിപരമായ പ്രവർത്തികൾ എല്ലാം മരിച്ചു പോകണം. മറിച്ച് പുതുതായിട്ടൊന്ന് ജനിക്കണം. അത് പുതിയ ഹൃദയം, ക്രിസ്തുവിനോട് ചേർന്നുള്ള ഹൃദയമായിരിക്കണം. അതിനുവേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തണം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 23-ാമത്തെ വാക്യവും നമ്മളോട് അത് തന്നെയാണ് പറയുന്നത്. നമ്മുടെ ഹൃദയത്തെ എല്ലാ കാര്യത്തിലും മേലായിട്ട് കാത്തുകൊള്ളുകയും എല്ലാ ഫലങ്ങളും ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് ഹൃദയം പുതുക്കം പ്രാപിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പുതുക്കം പ്രാപിക്കുക, വീണ്ടും ജനനം എന്ന് പറയുന്നത് സ്വയം മെച്ചപ്പെടുത്തലല്ല, ഒരു പുറമെ പോളിഷ് ചെയ്യുകയല്ല, മറിച്ച് ദൈവത്തിൽ നിന്നുള്ള ഊർജം സംഭരിച്ച് ഹൃദയവും മനസ്സും വിശുദ്ധിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പഴയ അടിത്തറ മാറ്റണം, പഴയ സ്വഭാവം മാറ്റണം, പുതുക്കം പ്രാപിക്കുക. പുതുക്കം പ്രാപിക്കുമ്പോൾ ക്രിസ്തു നമ്മിലേക്ക് കടന്നു വരും. 4-ാമത്തെ ചിന്ത ശുദ്ധീകരണവും പുനർജനനവുമാണ്. യേശുവിനോട് പറയുകയാണ്, നീ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തെ പ്രവേശിക്കാൻ സാധിക്കില്ല. 2 പ്രധാനപ്പെട്ട വാക്കുകളുടെ ഹൈഡോറും ന്യൂമയും. ഹൈഡോർ വെള്ളം, ന്യൂമ ആത്മാവ്. വെള്ളത്തിന് വേദപുസ്തകത്തിലും സഭാജീവിതത്തിലും വളരെയധികം പ്രാധാന്യമുണ്ട്. വെള്ളം ശുദ്ധീകരണത്തെ പ്രതിനിധീകരിക്കുകയാണ്. വിശുദ്ധനായ അലക്സാന്ദ്രിയയിലെ കൂറിലോസ് പറയുന്നത് എങ്ങനെയാണ്? ആത്മാവും വെള്ളവും ഒരുമിച്ച് ചേർന്നുള്ള മനുഷ്യന്റെ പുതുക്കം പ്രാപിക്കൽ അത് മാമോദീസയിലൂടെ നടത്തപ്പെടുകയാണ്. വെള്ള ശുദ്ധീകരണം മാത്രമാവുകയും ആത്മാവിന്റെ ശക്തി ഇല്ലാതാവുകയും ചെയ്താൽ ഹൃദയം പഴയ നിലയിലേക്ക് പോകും. അതായത് വിശുദ്ധ മാമോദീസയിൽ ലഭിച്ച ആത്മാവ് അവനിൽ ജീവിതത്തിന് അന്ത്യം വരെ, ഈ ഭൂമിയിലെ ജീവിതത്തിന് അന്ത്യം വരെ കാത്തു സൂക്ഷിക്കപ്പെടുവാൻ ആന്തരികമായ വിശുദ്ധീകരണം ആവശ്യമുണ്ടെന്ന് ഉറപ്പിക്കുകയാണ്. ഒരു ഹോസ്റ്റൽ മുറിയിൽ നിന്ന് കോളേജിലേക്കുള്ള വഴിയുണ്ട്. ആ വഴിയിൽ വേസ്റ്റ് ഇട്ടും കുപ്പിച്ചിലുകളൊക്കെ ഇട്ടിട്ട് അതിലൂടെ നടക്കാൻ പറ്റില്ല. പക്ഷെ ആ വഴിയിലൂടെ പോകാതെ ഒരു എളുപ്പ വഴി, മതിലിന്റെ സൈഡ് പൊട്ടിക്കിടക്കുന്ന വഴിയിലൂടെയാണ് കുട്ടികൾ എല്ലാ ദിവസവും ഹോസ്റ്റലിൽ നിന്ന് കോളേജിലേക്ക് പോകുന്നത്. ഒരു ദിവസം ആ അഴുക്ക് നിറഞ്ഞ വഴിയിലൂടെ ഒരു വ്യക്തി കടന്നു പോയപ്പോൾ കാലിൽ മുറിവേൽക്കുകയും പെട്ടെന്ന് കോളേജിന്റെ പ്രിൻസിപ്പൽ പറഞ്ഞു,
ആ അഴുക്കുകളെല്ലാം മാറ്റിയിട്ടും ആ റോഡ് മനോഹരമാക്കണം. അതിന് പ്രകാരം ആ റോഡെല്ലാം നല്ലതുപോലെ ടാർ ചെയ്ത് അഴുക്കൊക്കെ മാറ്റി സൈഡിൽ മുഴുവൻ പൂക്കളും പൂച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഫലവൃക്ഷങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് മനോഹരമായ റോഡാക്കി നല്ലതുപോലെ ടാർ ചെയ്ത്. പക്ഷേ കുട്ടികൾ ആ വഴിക്ക് നടക്കുന്നില്ല. അവർക്കിഷ്ടം ആ മതിലിൻ്റെ പൊട്ടിയ ഭാഗത്തുകൂടി കഷ്ടപ്പെട്ട് കയറുന്നതാണ്. നമ്മളിൽ പലരും ഇങ്ങനെയാണ്. വിശാലമായ പരിശുദ്ധാത്മാവിൻ്റെ അടുക്കിലേക്കുള്ള വഴികൾ അടച്ചു കളഞ്ഞിട്ട് കുടുക്കു വഴികളിലൂടെയും ദൈവത്തെ പരിഹസിക്കുന്ന മാർഗങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുവാനാണ് ഇഷ്ടപ്പെടുന്നത്. ആ വഴികളൊന്നും ദൈവത്തിൻ്റെ വഴികളല്ല. ദൈവത്തിൻ്റെ വഴികൾ മനോഹരമാണ്. അത് ആത്മാവിലേക്കുള്ള വഴികളാണ്. പരിശുദ്ധാത്മാവ് നമ്മളുടെ മേൽ കടന്നു വരണം. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, വെള്ളത്താലും ആത്മാവിനാലും നമ്മൾ വിശുദ്ധ മാമോദീസയിലൂടെ ജനിച്ച് വീണ്ടും ജനം പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ സഭയോട് ചേർക്കപ്പെട്ടപ്പോൾ ഈ പരിശുദ്ധ സഭയിലായിരിക്കുമ്പോൾ മാമോദീസയിലൂടെ ലഭിച്ച ശക്തി ഒരിക്കൽ നമ്മൾ ചോർത്തിക്കളയരുത്. ശിംശോൻ സാംസൺ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ഒരിക്കൽ കൂടി ആ പഴയ ശക്തി എനിക്ക് തിരികെ തരുമോ? നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. ഒരിക്കൽ കൂടി ആ പഴയ ശക്തി കർത്താവെ എനിക്ക് നൽകണമേ. മാമോദീസയിലൂടെ ലഭിച്ച ആ ശക്തി എന്നിൽ നിന്ന് ചോർന്നു പോകരുതേ എന്ന്. അഞ്ചാമത്തെ ചിന്ത ആ വാക്യത്തിൽ നിന്ന് തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. യേശു അവനോട് പറയുകയാണ്, നിനക്ക് ദൈവരാജ്യം പുതുക്കം പ്രാപിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ സാധിക്കില്ല. ദൈവരാജ്യം കാണാൻ അഞ്ചാമത്തെ ചിന്ത ഏതാണ്? ദൈവരാജ്യം കാണാൻ ആത്മീയ കണ്ണുകൾ ആവശ്യമാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വേർഡ് ബ്ലെപ്പേയിൻ എന്നാണ്. അതിന്റെ അർത്ഥം ദൃശ്യപരവും ആത്മീയവുമായിട്ടുള്ള കാഴ്ചകളാണ്. നമ്മുടെ ശാരീരിക കണ്ണുകളെല്ലാം ലോകത്തെ മാത്രമേ കാണുകയുള്ളൂ. ആത്മീയ കണ്ണുകൾ മാത്രം ദൈവരാജ്യത്തെ തിരിച്ചറിയും. ഒരു അധ്യാപകൻ ഒരു കുട്ടിയെ വളരെ എഫോർട്ട് എടുത്ത് പഠിപ്പിക്കുകയാണ്. ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ റെഫർ ചെയ്തും കഷ്ടപ്പെട്ടും രാവിലെ അതിരാവിലെ എഴുന്നേറ്റ് നോട്ടുകൾ പ്രിപ്പയർ ചെയ്തും ആ കുട്ടിയെ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിപ്പിക്കുകയാണ്. പരീക്ഷയ്ക്ക് വേണ്ടി ഒരുക്കുകയാണ്. എന്നാൽ അവൻ പരീക്ഷയിൽ തോറ്റുപോകുന്നൊരവസ്ഥയാണ്. ഇതിന്റെ കാരണം മറ്റൊന്നുമല്ല, അധ്യാപകൻ കുട്ടിയുടെ ഉള്ളില് മനസ്സില് എന്തായിരുന്നു അവൻ തിരിച്ചറിയുന്നില്ല. അതായത് അവന്റെ മനസ്സുകൊണ്ട് അവൻ പഠനത്തെ പുൽകിയിരുന്നു. അവൻ പഠിച്ചതെല്ലാം ഓർക്കുന്നുണ്ടോ? അവൻ പഠിക്കാനുള്ള ശേഷിയുണ്ടോ? അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടോ? ഇതൊന്നും അറിയാതെ കുറേയധികം പഠിപ്പിച്ചു കൂട്ടുകയാണ്. നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടണം. ക്രിസ്തുവിലേക്കായിരിക്കണം. നമ്മൾ വൃത്തിയാക്കേണ്ടത് പൊടിപിടിച്ച കണ്ണടകളെയല്ല, മറിച്ച് പൊടിപിടിച്ച കണ്ണുകളെയാണ്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 1-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകളൊക്കെ തുറക്കപ്പെടുവാനും ദൈവവിശ്വാസത്തിന്റെ പ്രത്യാശ നമ്മൾ അറിയുകയും ചെയ്യട്ടെ എന്ന് പൗലോസ് ശ്ലീഹ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആത്മീയമായ കണ്ണുകൾ തുറക്കപ്പെടണം. ആന്തരിക പരിശുദ്ധി വളർത്തപ്പെടണം. വിശ്വാസത്തിന്റെ കാഴ്ചശക്തി പ്രാപിക്കണം. പുതുക്കം പ്രാപിക്കണം. അഞ്ചാമത്തെ ചിന്ത ആത്മാവിന്റെ പ്രവർത്തനമാണ്. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. അതെവിടേക്ക് വരുന്നു, എവിടേക്ക് പോകുന്നു എന്നറിയുന്നില്ല. നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നു. കാഴ്ചയിൽ കാണാനാകാത്ത ആന്തരിക ജീവശക്തിയാണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ ജീവിതം ഒരു കപ്പലിന് തുല്യമാണ്, ഒരു പായ്ക്കപ്പലിന് തുല്യമാണ്. കാറ്റില്ലാതെ അത് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. പരിശുദ്ധാത്മാവ് എന്ന കാറ്റ് നമുക്ക് ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ്. അതിലൂടെയാണ് നാം സഞ്ചരിക്കേണ്ടത്. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന് ഇടം കൊടുക്കണം. അതുകൊണ്ടാണ് ദാവീദ് 51-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു മാറ്റരുതേ. നമ്മുടെ ദിവസേനയുള്ള പ്രാർത്ഥനകളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ സന്നിധിയിൽ ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. അത് പ്രാർത്ഥനാ ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മൾക്കുണ്ടാകണം.
ആത്മാവിൻ്റെ അഭിഷേകം ഹ്യൂമൻ എഫോർട്ട് കൊണ്ട്, മാനുഷിക പ്രയത്നം കൊണ്ട് ലഭിക്കുകയില്ല, മറിച്ച് ദൈവത്തിൻ്റെ ദാനമാണത്. ആറാമത്തെ ചിന്ത, ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഈ നവീന സഭക്കാരെല്ലാം പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ച് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തപ്പെടുകയാണ്. പരിശുദ്ധ സഭാപിതാവായ അലക്സാന്ദ്രിയയിലെ കോറിലോസ് പറയുകയാണ്, പരിശുദ്ധാത്മാവ് മനുഷ്യന്റെ നിയന്ത്രണത്തിനുള്ളിൽ ഉള്ളതല്ല, അത് ദൈവത്തിന്റെ ഇടപെടലിൽ സ്വതന്ത്രമാണ്. അതിന് നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ പഠിച്ച പുസ്തകങ്ങളിൽ നിന്നോ നമ്മൾ അനുഭവിച്ച അറിവുകളിൽ നിന്നൊന്നും പരിശുദ്ധാത്മാവിനെ അളക്കുവാനായിട്ട് നാം ശ്രമിക്കരുത്. മനോഹരമായ ഗീതങ്ങൾ ആലപിക്കുന്ന, ഫിഡിൽ വായിക്കുന്ന, അതിൽ പ്രാവീണ്യം നേടിയ ഒരാള് ഒരു പൊട്ടിയ ഫിഡിലെടുത്ത് വായിച്ചു. അതിൻ്റെ ഗാനങ്ങൾ പുറത്തേക്ക് വന്നത് പലർക്കും അരോചകമായി. കാരണം അത് കേടുപാട് സംഭവിച്ച ഒരു ഫിഡിലായിരുന്നു. ഏറ്റവും വലിയ പാട്ടുകാരനും സംഗീതജ്ഞനുമായ ആ മനുഷ്യനിൽ നിന്ന് ഈ മോശമായ സംഗീതം കേട്ടപ്പോൾ ആളുകൾക്കെല്ലാം ദേഷ്യം വന്നു. ആളുകൾ പലരും പരിഹസിച്ചു. വലിയ സംഗീതജ്ഞനെന്ന് അഹങ്കരിച്ചിരുന്ന മനുഷ്യന് അത് വലിയ ദുഃഖമുണ്ടാക്കി. ആൾക്കൂട്ടത്തിന് നടുവിൽ നിന്നൊരു കൊച്ചുകുട്ടി കടന്നു വന്നു. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച പാവം പിടിച്ച ഒരുത്തൻ. അവൻ സംഗീതം അഭ്യസിച്ചിട്ടില്ല, പക്ഷെ നല്ലതുപോലെ ഫിഡിൽ അവൻ വായിക്കും. അവൻ ആ പൊട്ടിയ ഫിഡിലെടുത്ത് അതിൻ്റെ കേടുപാടുകളെല്ലാം മാറ്റിയിട്ട് മനോഹരമായ ഒരു ഗീതം ആലപിച്ചു. കൂടെ നിന്ന കാണികളെല്ലാം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് അവനെ പ്രോത്സാഹിപ്പിച്ചു. ഇതുപോലെയാണ് പരിശുദ്ധാത്മാവ്. നമ്മൾ പഠിച്ചു വെച്ചതും, നമ്മൾ പഠിച്ച തിയോളജിയും, നമ്മൾ പഠിച്ച നേടിയ അറിവുകളൊന്നും വെച്ച് പരിശുദ്ധാത്മാവിനെ അളക്കരുത്. പരിശുദ്ധാത്മാവ് പാവം പിടിച്ചവരിലേക്ക്, ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിലേക്ക് പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നു പോകുന്നവർ എളിമയോടെ ആത്മാവിനെ സ്വീകരിക്കുന്നുവെങ്കിൽ അത് നമ്മിലേക്ക് കടന്നു വരും. എവിടുന്ന് വരുന്നു എന്നറിയില്ല കാറ്റ്, എങ്ങോട്ട് പോകുന്നറിയില്ല കാറ്റ്. കാരണം കാറ്റിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. കാറ്റ് നമുക്ക് അനുഭവവേദ്യമാണ്. കഴുകനെ പോലെ ചിറകട്ടടിച്ച് പറന്നുയരുമെന്ന് വചനം പഠിപ്പിക്കുന്നു. കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകടി പഠിപ്പിക്കുന്നു, പറക്കാൻ പഠിപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ കയ്യിൽ റാഞ്ചി എടുത്തുകൊണ്ട് വന്നിട്ട് ആകാശത്തു നിന്ന് മുകളിലേക്ക് കഴുകൻ വലിച്ചെറിയും. അന്നുവരെ അമ്മയുടെ ചൂടുപറ്റി കൂട്ടിൽ സുരക്ഷിതമായിരുന്ന കുഞ്ഞ് ആ അമ്മയുടെ സുരക്ഷിതത്വമില്ലാതെ ആകാശത്തിന് താഴേക്ക് ചാടുകയാണ്. ജീവരക്ഷാർത്ഥം തൻ്റെ ചിറകുകൾ ചലിപ്പിക്കും. ആ ആകാശത്തിൽ ചിറകട്ടടിച്ച് പറന്നുയരാൻ ശ്രമിക്കും. പക്ഷേ ആ കുഞ്ഞുങ്ങൾക്ക് അപകടമുണ്ടാകുന്നുവെങ്കിൽ കഴുകൻ പെട്ടെന്ന് താഴോട്ട് പറന്നു വന്ന് തൻ്റെ ചിറകിൻ്റെ മുകളിൽ ആ കുഞ്ഞ് കഴുകനെ ചേർത്ത് നിർത്തും. ദൈവവും ഇങ്ങനെ തന്നെയാണ്. പ്രതിസന്ധികൾ നിറഞ്ഞ അനന്തമായ ലോകത്തിൽ പറക്കാൻ പഠിക്കുന്ന കഴുകൻ കുഞ്ഞിനെ പോലെയാണ്. തൻ്റെ ചിറകുകൾ കാറ്റിലൂടെ അനന്താകാശത്തിലൂടെ പറന്നുയർന്ന് പറക്കാൻ പഠിക്കുന്നത് പോലെയാണ്. പ്രിയമുള്ളവരെ, ആത്മാവിനെ ഒരു കാരണവശാലും നമ്മൾ നിയന്ത്രിക്കരുത്. ആത്മാവിൻ്റെ ഉപദേശങ്ങൾ, ഗൈഡൻസ് നമ്മൾ അനുഭവിക്കണം. ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് നാം മറിയം പറഞ്ഞതുപോലെ, ഇത് ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ പോലെ വിധേയപ്പെടണം. ആത്മാവ് നമ്മളെ നയിക്കും, നമുക്കൊരു ദോഷവും സംഭവിക്കുകയില്ല. ആറാമത്തെ ചിന്ത യേശുവിടെ പറയുകയാണ്, അറിയുന്നവയെ പറ്റി സംസാരിക്കുന്നു, കണ്ടവയെ പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു, എന്നിട്ടും സാക്ഷ്യം സ്വീകരിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ നമ്മളുടെ എല്ലാം ജീവിതത്തിലുണ്ടായിട്ടും നമ്മൾ ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുന്ന കാഴ്ചകളാണ് കാണുവാൻ സാധിക്കുന്നത്. ക്രിസ്തു നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കണം. സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റുമുള്ളതുകൊണ്ട് നമ്മുടെ മുമ്പിൽ ചോദിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ നമ്മുടെ അനുഭവങ്ങൾ, ക്രിസ്തീയ അനുഭവങ്ങൾ രുചിച്ചറിയുവാൻ സാധിക്കണം. പാവപ്പെട്ട ഒരു വൈദികൻ മലയോര മേഖലകളിൽ ഒരു കൊച്ചു ഇടവയിൽ ശുശ്രൂഷിക്കുകയാണ്.
ആളുകൾക്കെല്ലാം വലിയ ഇഷ്ടമാണ് മനുഷ്യനെ. അതിനു മുമ്പുണ്ടായിരുന്ന ആ ഇടവിൽ ശുശ്രൂഷിച്ച അച്ഛൻ ഒരുപാട് പണ്ഡിതനായിരുന്നു, വലിയ ഡിഗ്രികളൊക്കെ നേടി. രണ്ടാമത് വന്ന പുരോഹിതൻ പാവം പിടിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് വലിയ തിയോളജികൾ അറിയില്ല, പാണ്ഡിത്യമില്ല, പക്ഷെ ദൈവത്തെ അറിയായിരുന്നു. ഈ ലോകത്തിൽ നമുക്ക് വലിയ കഴിവുകളോ യോഗ്യതകളോ അറിവുകളോ ഒന്നുമല്ല വേണ്ടത്, മറിച്ച് ദൈവത്തെ അറിയുക എന്നുള്ളതാണ്. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നുവെന്നാണ് ശലോമോൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഏഴാമത്തെ ചിന്തയോടെ ഓർമ്മിപ്പിക്കുകയാണ്, ആത്മാവിൽ ജനിക്കുന്നത് ആത്മാവും, മാംസത്തിൽ ജനിക്കുന്നത് മാംസവുമാണ്. വീണ്ടും ജനനം പ്രാപിക്കപ്പെട്ടവരായ നമ്മൾ വിശുദ്ധ മാമോദീസയിലൂടെ വീണ്ടും ജനനം പ്രാപിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ വീണ്ടും പുതുക്കം പ്രാപിക്കണമെന്ന് നാം കണ്ടു. ഈ പുതുക്കം പ്രാപിക്കേണ്ടത് യഥാർത്ഥമായ ക്രിസ്തുവിലായിരിക്കണം. ഇന്ന് പുതുക്കം പ്രാപിക്കുന്നത് ക്രൈസ്തവ രീതികൾക്ക് വിപരീതമായ കാഴ്ചകളാണ്. ബാഹ്യമായ ശുദ്ധീകരണവും ആന്തരികമായ ശുദ്ധീകരണവും നമുക്ക് ആവശ്യമാണ്. അതിനുപരിയായിട്ട് നാം പുതുക്കം പ്രാപിക്കേണ്ടത് പരിശുദ്ധാത്മാവിനാലായിരിക്കണം. ഇന്ന് പലരും പുതുക്കം പ്രാപിക്കുന്നത് പലതരത്തിലുള്ള ആത്മാവിനാലാണ്. അതുകൊണ്ടാണ് അലക്സാന്ദ്രിയയിലെ കുറിലോസ് പറയുന്നത്, ആത്മാവില്ലാതെ വിശുദ്ധ ബാഹ്യശീലങ്ങൾ ഹൃദയത്തെ മാറ്റാനാവില്ല, പുതുജീവിതം ഉണ്ടാവുകയില്ല. വീണ്ടും ജനിക്കേണ്ടത് പരിശുദ്ധാത്മാവിനായിരിക്കണം. അനേക ആത്മാക്കളുടെ നടുവിൽ പരിശുദ്ധാത്മാവായിരിക്കണം നമ്മുടെ ഏകമാർഗം. പലതരത്തിലുള്ള ആത്മാക്കളെ നമുക്ക് കാണുവാൻ സാധിക്കും. ദേഷ്യത്തിന്റെ ആത്മാവ്, കപടതയുടെ ആത്മാവ്, ദ്വന്ദ്വപക്ഷത്തിന്റെ ആത്മാവ്, മ്ലേച്ഛതയുടെ ആത്മാവ്, അസൂയയുടെ ആത്മാവ്, തകർച്ചയുടെ ആത്മാവ്, പരിഹാസത്തിന്റെ ആത്മാവ്, അശുദ്ധിയുടെ ആത്മാവ്. ഈ ആത്മാക്കളുടെ ഇടയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. പക്ഷേ പരിശുദ്ധാത്മാവിനെ മുറുകെ പിടിച്ചാൽ നാം ആത്മാവിൽ നിന്നാണ് ജനിക്കുന്നത്, മറിച്ച് മാംസത്തിൽ നിന്നല്ല, ആത്മാവിൽ നിന്നാണ് ജനിക്കുന്നത്. ഒരിക്കലൊരു തടാകമുണ്ടായിരുന്നു ഒരു ദേശത്ത്. ആ തടാകത്തിൽ നിന്ന് മനുഷ്യർ വെള്ളം കുടിക്കുകയും അതോടൊപ്പം തന്നെ ആളുകൾ അതിൻ്റെ അകത്ത് കുളിക്കുകയും കന്നുകാലികളെ കുളിപ്പിക്കുകയും കന്നുകാലികളുടെ ചാണകം കൊണ്ടുവന്ന് അതിൽ കലക്കുകയും വേസ്റ്റായ വസ്തുക്കൾ അതിൽ കൊണ്ടുവന്ന് തള്ളുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അതിൽ നിന്നായിരുന്നു അവർ കുടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പലർക്കും രോഗങ്ങൾ ഉണ്ടാവാൻ ശ്രമിച്ചു. അപ്പോൾ ഗ്രാമമുഖ്യൻ വന്നിട്ട് ആ തടാകം വൃത്തിയാക്കി ആളുകളെ ഉപദേശിച്ചു, ഇനി ഇതിൽ വേസ്റ്റുകളൊന്നും കൊണ്ടുവന്നിടരുത്, ഇതിൽ കന്നുകാലികളെ കുളിപ്പിക്കരുത്, നിങ്ങൾ കുളിക്കരുത്, നിങ്ങൾ ഇതിൽ നിന്ന് വെള്ളം പാത്രത്തിൽ കോരിയെടുത്ത് മാറി നിന്ന് കുളിക്കുകയും കന്നുകാലികളെ കുളിപ്പിക്കുകയും ചെയ്യണം. എന്നിട്ട് ആ തടാകം ശുദ്ധീകരിച്ചു, വളരെ മനോഹരമാക്കി. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മനുഷ്യർ വീണ്ടും പഴയതുപോലെ, വെള്ളവും പഴയതുപോലെ അശുദ്ധമായി തീർന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സും ഇതുപോലെയാണ്. ദൈവസന്നിധിയിലേക്ക് നാം ചേർന്ന് നിൽക്കുമ്പോൾ യഥാർത്ഥ ആത്മാവിനാൽ നാം ജനിക്കണം. മാംസത്തിൽ നിന്നുള്ള ജനനമായിരിക്കരുത്, ആത്മാവിൽ നിന്നുള്ള ജനനമായിരിക്കണം നമ്മുടേത്. എട്ടാമത്തെ ചിന്ത പറയുകയാണ്, കാറ്റിന്റെ ശബ്ദം നാം കേൾക്കുന്നു. അതെവിടെയെന്ന് വരുന്ന എവിടേക്ക് പോകുന്നു അറിയില്ല. കാറ്റ് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന്റെ ശബ്ദം നമുക്ക് ശ്രവിക്കുവാൻ സാധിക്കുന്നുണ്ട്. വിശുദ്ധനായ അത്താനാസ്യോസ് പറയുകയാണ്, നിന്റെ ഹൃദയം തുറന്നാൽ പരിശുദ്ധാത്മാവെന്ന കാറ്റ് നിന്നിലേക്ക് കടന്നു വരും. അതുകൊണ്ടാണ് വിശുദ്ധ ഇസ്ഹാക്ക് പറയുന്നത്, നിനവേൽ ഇസ്ഹാക്ക് പറയുന്നത്, ആ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം രഹസ്യമാണ്, നമ്മൾ കാണാത്ത വിധത്തിലാണ്, പക്ഷെ അത് വിശ്വാസികൾ ജീവൻ പകർന്നു നൽകുന്നു. ഹൃദയം തുറന്നാൽ മാത്രമേ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം നമുക്ക് ശ്രവിക്കാൻ സാധിക്കുകയുള്ളൂ. മറിയം ഹൃദയം തുറന്നു കഴിഞ്ഞപ്പോൾ അവൾക്ക് പരിശുദ്ധാത്മാവിന്റെ ശബ്ദം ശ്രവിക്കാൻ സാധിച്ചു. അവൾ തിരിച്ചു പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, കൃപ നിറഞ്ഞവളെ മറിയമേ, നിനക്ക് സമാധാനം, ഞങ്ങളുടെ കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്നുള്ള പരിശുദ്ധാത്മാവിന്റെ ശബ്ദം അവളുടെ ഹൃദയം തുറന്നപ്പോഴാണ് അവളിലേക്ക് വന്നത്. ആത്മാവ് ആയതുകൊണ്ട് ആത്മാവിന്റെ ശബ്ദം കേൾക്കുവാൻ നമ്മുടെ ഹൃദയം തുറക്കണം. ഹൃദയം തുറന്ന് ആത്മാവിന്റെ ശബ്ദം സ്വീകരിക്കുക. ദൈവകൃപയെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കരുത്.
ബാഹ്യവും ആന്തരികവുമായ ശുദ്ധീകരണം ആവശ്യമാണ്. അതിന് ക്രിസ്തുവിനെ പുൽകുവാൻ പഴയ ദുശീലങ്ങളെല്ലാം മാറ്റി ക്രിസ്തുവിനോട് ചേർന്നിരിക്കുവാൻ സാധിക്കണം. 9ാമത്തെ ചിന്ത നമ്മോട് ഓർമ്മിപ്പിക്കുകയാണ്. ആ വാക്യത്തിൽ നിക്കോദിമോസ് ചോദിക്കുകയാണ്, ഇവ എങ്ങനെ സംഭവിക്കും? നിക്കോദിമോസിന്റെ അഭിവാഞ്ചയും വിനയവും വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം വലിയ പണ്ഡിതനും സെന്നദ്രി സംഘത്തിലെ അംഗവുമായിരിക്കുന്ന ഫരീസ്യൻ ആയ വ്യക്തി യേശുവിനെ, അങ്ങനെയുള്ള വ്യക്തികളല്ല, യേശുവിനെ പരിഹസിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ മുമ്പിൽ വിനയത്തോടെ ജിജ്ഞാസയോടെ വീണ്ടും ജന്മം പ്രാപിക്കുവാൻ അവൻ ഒരുക്കപ്പെടുകയാണ്. ആത്മീയമായിട്ട് വളരുവാനായിട്ട് അവൻ ആഗ്രഹിക്കുകയാണ്. 9ാമത്തെ ചിന്തയും അത് തന്നെയാണ്. ജിജ്ഞാസയോടെ ആത്മീയമായിട്ട് വളരുവാനായിട്ട് നമുക്ക് സാധിക്കണം. നിക്കോദിമോസ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പണ്ഡിതനും മതനിഷ്ഠയുള്ളവനുമായ നിക്കോദിമോസ് ക്രിസ്തുവിന്റെ പ്രഭാഷണങ്ങളെ മനസ്സാ വരിക്കുവാൻ തീരുമാനിക്കുകയാണ്. അവൻ പണ്ഡിതനായിട്ടും ക്രിസ്തുവിന്റെ ഉപദേശങ്ങളെ സ്വീകരിക്കുകയാണ്. ഒരു നല്ല വിദ്യാർത്ഥി താൻ പഠിച്ച പാഠങ്ങൾ മുഴുവൻ പഠിക്കുന്നതോടൊപ്പം തന്നെ തൻ്റെ സംശയങ്ങളെല്ലാം ദൂരീകരിക്കുവാൻ അവൻ്റെ അധ്യാപകനെയോ അല്ലെങ്കിൽ സഹപാഠികളെ സമീപിക്കുന്നത് പോലെയാണ്. രോഗങ്ങൾ വന്നിട്ടുണ്ടായിട്ടും ചില ഡോക്ടർമാർ സ്വയം ചികിത്സിക്കാതെ മറ്റു ഡോക്ടർമാരുടെ അടുത്തേക്ക് പോകുന്നതിൻ്റെ കാരണം എന്താണ്? അവരുടെ പഠനങ്ങൾക്കപ്പുറത്ത് തൻ്റെ ശരീരത്തെ രക്ഷിക്കുവാനായിട്ട് ജിജ്ഞാസയോടുകൂടി മറ്റുള്ളവരെ ആശ്രയിക്കുകയാണ്. ഇതുപോലെയാണ് നിക്കോദിമോസ് തൻ്റെ ആത്മാവിനെ രക്ഷിക്കുവാനായിട്ട് യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നത്. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, ഹൃദയത്തിൽ ആത്മീയ ശൂന്യത, നമ്മുടെ ഹൃദയത്തിൻ്റെ ആത്മീയ ശൂന്യത സമ്മതിച്ചുകൊണ്ട് സ്വയം പര്യാപ്തമായിട്ട് ക്രിസ്തുവില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യേശുവിൽ ആശ്രയം വെച്ചുകൊണ്ട് പുതുക്കം പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കണം. ആയതിന് ഈ ചിന്തകൾ നമുക്ക് ഉപകരിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിരുനാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ.